ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പാറ്റു സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വിശ്വത്തിന്റെ കയ്യിൽ പണം കൊടുത്തയച്ച ആ മാനേജറെ വിക്രത്തിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തട്ടിക്കൊണ്ട് വരികയാണേ. മുഖം മറിച്ചിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക്. അവിടെ എത്തിയിട്ടാണ് മുഖം തുറക്കുന്നത്. വിക്രമിനെ കാണുന്നത് തന്നെ അയാൾ പേടിക്കുന്നുണ്ട്. വിക്രമിന്റെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ ഒന്ന് കിട്ടും. പറയടാ, വിശ്വേട്ടന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുത്ത പണം ഇവിടെ? അയാളൊന്നും പറയുന്നില്ല. വിക്രം ജോസഫേ എന്ന് വിളിക്കുമ്പോൾ ജോസഫും സജീവും ഒക്കെ ആയുധങ്ങളുമായിട്ട് നിൽക്കുക. വിക്രം അയാളോട് പറയും, സത്യം പറഞ്ഞാ നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോകാം. എടാ, നീ ഇല്ലാതായതുകൊണ്ട്, മുതലാളിക്ക് വേണ്ടി ജീവൻ കളഞ്ഞതുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് ചിലപ്പോ ശ്രീകാന്ത് ജോലി കൊടുത്തെന്നിരിക്കും. അത്രേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോ തന്നെ അയാൾ പേടിക്കും. എന്നെ ഒന്നും ചെയ്യരുത്. വിക്രം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, ആ പണം എവിടെ ഉണ്ട്, അത് പറ. അങ്ങനെ അയാള് സത്യങ്ങളെല്ലാം വിക്രമിനോട് പറയണേ. എന്തിനാണ് ചെയ്തതെന്നും എവിടെയാണ് പണം വെച്ചിരിക്കുന്നതെന്നും. എന്നിട്ട് വിക്രം പറയും, ജോസഫേ, ആ പണം എവിടെയുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഇയാൾ ഇവിടുന്ന് പോകരുത്. അങ്ങനെ ജോസഫും സജീവും അയാൾ അവിടുന്ന് പിടിച്ചോണ്ട് പോവാണേ. രാജേട്ടൻ ചോദിക്കും, ഇനി എന്താ നിന്റെ പ്ലാൻ? വിക്രം പറയും, ആ പണം അവിടെ നിന്ന് എടുക്കണം, എന്നിട്ട് കോടതിയിൽ ഹാജരാക്കണം. രാജേട്ടൻ പറയും, ഓഫീസിൽ കയറി അത് എടുക്കാന്നുള്ളത് അത്ര ഈസിയായ കാര്യമല്ല. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമും സജീവും എല്ലാവരും കൂടെ ആ സുഭാഷിന്റെ വീട്ടിലാണ്. സുഭാഷിനെയും ഇതുപോലെ പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് അടിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്നൊന്നും ചെയ്യരുത്, ശ്രീകാന്ത് സാർ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തത്. അങ്ങനെ അയാളും കാര്യങ്ങളെല്ലാം വിക്രമിനോടും സജീവിനോടും ഒക്കെ പറയാണ് കേട്ടോ. അതെന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ രാത്രിയായിട്ടും വിക്രമിനെ കാണാതെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോ വിക്രം അങ്ങോട്ട് വരുന്നത്. വിക്രം വരുന്നതും വേദയ്ക്കും, എന്തായി, അയാളെ കിട്ടിയോ? കിട്ടി, കാര്യങ്ങൾ മണിയായി അവൻ പറയുകയും ചെയ്തു. വേദയ്ക്കും, ഉപദ്രവിച്ചിട്ടോ? അല്ലാണ്ട് പിന്നെ എങ്ങനെ? സ്നേഹത്തോട് ചോദിച്ചാൽ അവൻ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? നീ പറഞ്ഞത് ശരിയാ, ആ പണം നിന്റെ ചേട്ടൻ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്, വേറെ എവിടെയല്ല, ഓഫീസിൽ തന്നെ. ആ പണം കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞ അതിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ ഡൗൺ പേയ്മെന്റ് നടത്തിയെന്നുള്ള വാദം നമുക്ക് പൊളിക്കാം, ശരിയല്ലേ? വേദ എന്ന് പറഞ്ഞ് ഊരിക്ക് കൈ വെച്ച് നിൽക്കുക. വിക്രം പറയും, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ എന്ന് വേദ വയ്ക്കുമ്പോ വിക്രം പറയും, ആ പണം ഇരിക്കുന്നതേ ശ്രീകാന്തിന്റെ ഓഫീസിലെ ആ റൂമിന്റെ അകത്താണ്. പക്ഷെ അതിന്റെ നമ്പർ എന്താന്ന് അയാൾക്കറിയില്ല. അത് നീ കണ്ടുപിടിച്ചു തരണം. വേദയ്ക്കും, അതെന്തിനും ഞാൻ കണ്ടുപിടിച്ചു തരണം? എടി, അത് തുറന്നാലല്ലേ പണം അതിനകത്ത് ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റൂ. വേദ പറയും, അതാ ഞാൻ പറഞ്ഞത്, എനിക്കറിയാവുന്ന നമ്പർ ഞാനെന്തിനാ കണ്ടുപിടിക്കുന്നത്? വിക്രം ഞെട്ടിപ്പോവും. എടോ വിക്രു, ആ നമ്പർ എനിക്കും അച്ഛനും ശ്രീയേട്ടനും അറിയാം. ഇനി മാറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ നിവർത്തിയില്ല. വിക്രം പറയും, അത് നോക്കിയാലല്ലേ അറിയൂ, പറ. വേദയ്ക്കും, എന്തിന്? ഇന്ന് രാത്രി തന്നെ അത് അവിടുന്ന് മാറ്റണം. അത് അവിടെ ഉണ്ടെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്താ പോരെ? വിക്രം പറയും, വേണം, പക്ഷെ അതിനത് അറിയണ്ടേ? വേദ പറയും, വേണം. അതുകൊണ്ടാ പറഞ്ഞത്, പറ. ആഹാ, നിങ്ങളെപ്പോലൊരു തട്ടിപ്പുകാരനെ എന്ത് വിശ്വസിച്ച് ഞാനത് പറഞ്ഞുതരും? വിക്രം പറയും, വേദ കളിക്കല്ലേ. വേദ പറയും, കാര്യം ശ്രീയേട്ടനോട് ഞാൻ എതിരൊക്കെ തന്നെ, വിശ്വേട്ടനെ പുറത്ത് കൊണ്ടുവരേം വേണം. പക്ഷേ അതിനുവേണ്ടി വീട്ടിലും ഓഫീസിലും ഒക്കെയുള്ള പാസ്വേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ അതൊന്നും ശരിയാവില്ല വിക്രോ. ഞാൻ നിന്റെ വീട് ഓഫീസൊന്നും കൊള്ളയടിക്കാൻ പോകുന്നില്ല. വേദ പറയും, ചെയ്യില്ലായിരിക്കും, പക്ഷെ ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ? വിക്രമിന് അങ്ങ് ദേഷ്യം വരില്ല, ഒരുമാതിരി അവസ്ഥയില്. എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് തലക്ക് കൈ വെക്കുമ്പോ വേദ പറയും, വേറൊരു ഐഡിയ ഉണ്ട്, പറഞ്ഞു തൊലക്കി. ഇന്ന് രാത്രി എന്തായാലും നിങ്ങളെ ശ്രീയേട്ടന്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറും, അതല്ലേ പരിപാടി? വിക്രം പറയും, അല്ല, നേരിട്ട് ചെന്നങ്ങ് ചോദിക്കും, എന്നിട്ട് പണം അങ്ങോട്ട് വാങ്ങിക്കും. എടി കുരുപ്പേ, അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പൊ വേദ പറയും, അതുകൊണ്ടാണ് കുരുപ്പേ ഞാനും കൂടെ വരാന്ന് പറഞ്ഞത്. വിക്രമിക്ക് എന്തോന്ന്? നിങ്ങളുടെ കൂടെ ഓഫീസ് കൊള്ളയടിക്കാൻ ഞാനും വരാന്നേ. വിക്രം ചോദിക്കും, കൊള്ളയടിക്കാനോ? വേദ പറയും, സംഗതി അത് തന്നെയാണല്ലോ. അതൊന്നും ശരിയാവില്ല, നീയൊന്നും വന്നാൽ ശരിയാവില്ല. വേദ പറയും, എന്നാ പിന്നെ ഇയാളും പോയി അത് ചെയ്യണ്ട. നോക്കൂ വിക്രം, ഇങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ട് മാത്രാ ഈ ഒരു കാര്യത്തിന് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ അത് ചെയ്യുമ്പോഴും ഞാൻ കൂടെ ഉണ്ടാവുന്നതല്ലേ നല്ലത്? ഇടിയരുമേ, എങ്ങാനും പിടിക്കപ്പെട്ടാ നീ കുടുങ്ങും. വേദ പറയും, അങ്ങനെ ഇപ്പൊ പോത്ത് മാത്രമായിട്ട് പിടിക്കപ്പെടണ്ടാന്നേ, കൂടെ എരുമയും കൂടെ പെട്ടോട്ടെ. എന്തു പറയുന്നു എന്ന് വെക്കുമ്പോ ഈ സംസാരമൊക്കെ കേട്ട് വിക്രമിന് ചിരി വരുന്നുണ്ട്. വിക്രം ഇങ്ങനെ ചിരിക്കുക, വേദയും ശരി വാ. അപ്പൊ വേദ പറയും, ഒന്ന് നിൽക്കണം, കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്താനുണ്ട്, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് വേദ അകത്തേക്ക് പോവാണേ. വിക്രം വേദയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാണ് അവിടെ. അതിനുശേഷം പിന്നീട് വേദ ഡ്രസ്സൊക്കെ മാറിയിട്ടാട്ടോ ഇങ്ങനെ മോഷണത്തിന് പോയിരിക്കുന്നത്. ആ ഓഫീസിന്റെ പിറകുവശത്തൂടാണ് തോന്നുന്നു പോകുന്നത്. മതിലൊക്കെ ചാടി വിക്രമിനോട് വാ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാട്ടോ. അങ്ങനെ കുറച്ച് ദൂരെ എത്തുമ്പോ വേദ വിക്രമിനെ പിടിച്ചു നിർത്തും. നിക്ക് നിക്ക് നിക്ക്. വിക്രമിന് എന്താന്ന് മനസ്സിലായില്ല. ദാ അവിടെ ക്യാമറ നിൽപ്പുണ്ട്, അതിൽ പെട്ടാ ചിലപ്പോ അടുത്ത നിമിഷം തന്നെ പോലീസ് ഇവിടെ എത്തും. ശ്രീയേട്ടന് ചിലപ്പോഴൊക്കെ ഫോൺ ചെക്ക് ചെയ്യുന്ന പരിപാടി ഉള്ളതാണേ, അതിൽ നമ്മളെ കണ്ട ആകെ പ്രശ്നമാവും. വിക്രം ചോദിക്കും, ഇനിയിപ്പോ എന്ത് ചെയ്യും? വേദ പറയും, അത് തല്ലി പൊളിക്കണം. വിക്രം അന്തം വിട്ട് നിൽക്കുക, മനസ്സിലായില്ലേ, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് താഴേന്നൊരു കല്ലെടുത്തിട്ട് പറയും, നമ്മൾ കുഞ്ഞിലെ മാവുന്ന് മാങ്ങ എറിഞ്ഞ് കൊഴിക്കാറില്ലേ, അതുപോലെ ഉന്നം തെറ്റാതെ ഒരൊറ്റേറ് ദാ എന്ന് പറഞ്ഞത് കല്ല് കൊടുക്കണേ. വിക്രം അന്തം വിട്ടാട്ടോ നിൽക്കുന്നത്. ശേഷം ആ കല്ല് വാങ്ങിച്ച് ആ ക്യാമറയ്ക്ക് ഒരൊറ്റ ക്യാമറ അപ്പം തന്നെ തെറിച്ചു പോകും. യെസ്, ഗുഡ് ബോയ്.
എന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. ശേഷം വേദ പറയും കമോൺ, ഇനി പുറകിലൂടെ ചെന്ന് ആ വൈഫൈ കണക്ഷൻ ഓഫ് ചെയ്യും, അപ്പൊ പിന്നെ അകത്തുള്ള ക്യാമറയിൽ വിടില്ല, വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിക്രം ചോദിക്കും അപ്പോ അവിടെ സെക്യൂരിറ്റി ഇല്ലേ? വേദ പറയും പിന്നല്ലാതെ. അതെന്ത് ചെയ്യും? ആ വരട്ടെ, എടുക്ക് എന്ന് പറയുമ്പോ വേദയ്ക്കും എന്തേ? എവിടെ വിക്രം കണ്ടേ ആ വടിയെടുത്ത് അയാളുടെ തലയ്ക്ക് ഒറ്റ അടി, അയാളുടെ ബോധം പൊയ്ക്കോളും. വിക്രം പറയും എടി അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലോ? വേദ പറയും അയ്യോ തല്ലിക്കൊല്ലാനല്ല പറഞ്ഞത്, ദാ ഇവിടെ നോക്കി ഒറ്റ അടി, അത്രയും മതി. വിക്രം പറയും നീ ആള് കൊള്ളാലോ, നിങ്ങളുടെ കൂടെയല്ലേ സഹവാസം, ആ എന്ന് പറഞ്ഞ് വിക്രം ആ വടിയെടുക്കും. വേദ എന്തോ ശ്രദ്ധിച്ചു നിൽക്കുമ്പോഴേക്കും വിക്രം അത് എടുക്കണേ. അയ്യോ ഇങ്ങനെ പോയാൽ അയാൾക്ക് എന്തെങ്കിലും പറ്റും. വിക്രം പറയും നീയല്ലേ അയാളെ തല്ലാൻ പറഞ്ഞേ? ഓ ആരെങ്കിലും തല്ലാൻ പറഞ്ഞാണ്ട് പോവാണോ ചെയ്യുന്നത്? വെറുതെ അല്ല ശ്രീനിവാസിന് വേണ്ടി ഇങ്ങനെ പോയത്. എടി നീ സംസാരിച്ച സമയം കളയാതെ എന്ത് ചെയ്യണമെന്ന് പറയാദ്യം. അതെ, എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി നിങ്ങൾ അയാളെ പുറകിലേക്ക് കൊണ്ടുവരണം, അപ്പോഴേക്കും ഞാൻ അകത്ത് കയറിക്കോളാം. പുറകിലൊരു വാതിലുണ്ട്, ഞാനത് തുറക്കാം, പിന്നെ ഞാൻ അയാളെ ഫ്രണ്ടിലേക്ക് എന്നെ കൊണ്ടുവരും, അപ്പൊ ഇയാൾ എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറണം. വിക്രം പറയും ഓ അതിനേക്കാളും നല്ലത് അയാൾക്കൊന്നു കൊടുത്ത് അയാളെ ബോധം കെടുത്തുന്നല്ലേ. വേദാറിയും പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, ചെല്ലേ. അങ്ങനെ വിക്രം അവിടുന്ന് ഒരു കല്ലെടുത്ത് ഒരൊറ്റ ഏറിയും. അപ്പൊ അയാള് തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ വേദാറിയും അയ്യോ നീ ഇവിടെ തന്നെ നിൽക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് വിക്രം ആ വടിയായിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന് പിന്നിലൂടെ ചെന്ന് ഒരൊറ്റ അടി കൊടുക്കും. വേദത്ത് കണ്ട് ഞെട്ടിപ്പോവാണേ. അങ്ങനെ അയാള് അവിടെ ബോധം കെട്ട് വീഴണേ. വിക്രം എന്ത് പണിയാ ചെയ്ത്? അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലോ? വിക്രം പറയും ഒന്നും സംഭവിക്കില്ല, 2 മണിക്കൂർ കഴിഞ്ഞാൽ അയാൾ എഴുന്നേറ്റോളും, ഇല്ലാതെ അകത്ത് പണി നടക്കില്ല, നീ വന്നേ എന്ന് പറഞ്ഞാൽ അകത്ത് കയറാൻ തുടങ്ങുമ്പോൾ വേദ പറയും വൈഫൈ കണക്ഷൻ കട്ടാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വേദയുടെ കയ്യിൽ ഒരു കവറുണ്ട് കേട്ടോ, അതിൻ്റെ അകത്ത് നിന്ന് ഗ്ലൗസ് കൊടുക്കുക. വിക്രം ചോദിക്കും ഗ്ലൗസോ? അല്ല നിനക്ക് മുമ്പ് ഇതായിരുന്നോ പണി? ഇതിന്റെ പേരിൽ നിങ്ങൾ അകത്ത് കൊണ്ടാന്ന് കരുതിയിട്ടാ, വാ അങ്ങോട്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഗ്ലൗസ് ഇട്ടിട്ട് ആ ഓഫീസിനകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ വേദ അതിനകത്ത് കയറുക, വിക്രമും പിന്നാലെ കയറും. വേദ പറയും ആരെങ്കിലും ഇതിനകത്ത് എന്ന് പറഞ്ഞ് തിരിയുമ്പോ പെട്ടെന്ന് വിക്രമിനെ പോയി തട്ടും. രണ്ടുപേരും പേടിച്ചുകൊണ്ട് കയറിയത് കാരണം പേടിച്ച് സ്ലിപ്പായി താഴെ വീഴണേ. താഴെ വീണ് കഴിഞ്ഞാൽ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. വിക്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വേദ പറയും എന്തിനാ ഇങ്ങനെ തന്നെ നോക്കുന്നത്? കള്ളത്തരം കാണിക്കുന്നതിനിടയിലാണോ റൊമാൻസ്? വിക്രം ചോദിക്കും റൊമാൻസോ? ഹോ കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ എഴുന്നേൽക്കുക. ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ കവറിൻ്റെ അകത്തുനിന്ന് ഒരു മുഖത്തിരുന്ന മാസ്ക് കൊടുക്കണേ. ഇതെന്താ? അകത്ത് സെക്യൂരിറ്റി ക്യാമറ ഉണ്ടാവും, അതിൽ പെടാതെ വേണം അകത്ത് കിടക്കാൻ എന്ന് പറഞ്ഞത് കൊടുക്കുമ്പോൾ വിക്രം അതിട്ടാണ് വേദയും ഫേസ് കാണരുത് എന്ന് പറഞ്ഞു പോയി ആ വൈഫൈ കണക്ഷനൊക്കെ കട്ട് ചെയ്ത് രണ്ടും കൂടെ ഒരു ശ്രീകാന്തിന്റെ ഓഫീസിന്റെ അകത്തേക്ക് കിടക്കുക. വേദ നേരെ ആ ലോക്കറിന്റെ അടുത്തേക്ക് ചെന്നേ പാസ്വേഡ് അടിച്ചത് തുറന്നു നോക്കുമ്പോ അതിനകത്ത് ഒന്നും കാണുന്നില്ല. ഇത് കാണുമ്പോ അയ്യോ ഒന്നുമില്ലേ എന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണേ. വിക്രം ഈ സമയം അവിടെയുള്ള ബാക്കി മേശ അലമാരൊക്കെ തുറന്നു നോക്കുകയാണേ. വേദയും അതുപോലെ അടുത്തൊരു അലമാരയുടെ കീ ഇങ്ങനെ കാണുന്നുണ്ട്. അതെടുത്ത് അലമാര തുറന്നു നോക്കുമ്പോൾ അതിനകത്തുണ്ടാവും വിഷത്തിൻ്റെ ആ ബാഗ്. ഈ സമയം വിക്രം എന്തോ ഒരു പേപ്പർ തിരയുന്നുണ്ട് കേട്ടോ. വേദ ഈ ബാഗ് കാണുമ്പോൾ വിക്രമിനെ വിളിക്കണേ. അങ്ങനെ വിക്രം വന്ന് നോക്കുമ്പോൾ അതുപോലത്തെ ആ ബാഗ്, അങ്ങനെ ആ ബാഗ് കണ്ട് അത് തന്നെയാണെന്ന് ഉറപ്പിച്ച് ഇവരിങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആ കോടതിയിലാട്ടോ. അങ്ങനെ വേദയാണ് ആദ്യത്തെ വാദം തുടങ്ങുന്നത്. ഇത് എന്റെ കക്ഷിയെ മനഃപൂർവ്വം കൊടുത്തിയതാണെന്ന് ഞാൻ ആദ്യമേ വാദിച്ചിരുന്നു. അത് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് ഒരാളെ കൂടെ ക്രോസ് ചെയ്യണം, ശ്രീകാന്തിനെ. അങ്ങനെ ശ്രീകാന്തിനെ ക്രോസ് ചെയ്യാൻ അനുവാദം കൊടുത്ത് ശ്രീകാന്തിനെ അങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ. ശ്രീകാന്തിന്റെ മുഖത്ത് ആകെ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട്. ശ്രീകാന്ത് അവിടെ വന്ന് നിന്ന് വിക്രമത്തിനെ ഇങ്ങനെ നോക്കുമ്പോ വിക്രം പറയും പറഞ്ഞോ. വിക്രം ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ പേടിച്ചുകൊണ്ടാട്ടോ അവിടെ നിൽക്കുന്നത്. താങ്കൾ ഇപ്പോഴും തങ്ങളുടെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അപ്പോഴേക്കും ശ്രീകാന്തിന്റെ വക്കീല് ഒബ്ജക്ഷൻ പറയും. അതില് കോടതി വയ്ക്കും. പ്രതിഭാഗം വക്കീല് തുടങ്ങിയല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഒബ്ജക്ഷനോ? അപ്പൊ അയാൾ പറയും ഇത്തരം വിഡിത്തരം ചോദ്യങ്ങൾ ചോദിച്ച് അഡ്വക്കേറ്റ് വേദ ശങ്കരനാരായണൻ കോടതിയുടെ വിലപ്പെട്ട സമയം കളയാണ് സർ. കോടതി വയ്ക്കും. അപ്പൊ BP എന്താ ജൂനിയർ എന്ന് വിശേഷിപ്പിക്കുന്നില്ലേ? ഇത്രയും കളിയാക്കിക്കൊണ്ടിരുന്ന ആളാണല്ലോ, അയാൾക്കൊന്നും പറയാനില്ല. അങ്ങനെ കോടതി വേദയോട് പ്രൊസീഡ് ചെയ്യാൻ പറയാ. അങ്ങനെ വേദ പറയണേ കേസ് ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തൊണ്ടി മുതൽ പോലീസുകാർക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. PP അറിയും പ്രതിയുടെ സഹോദരൻ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധമുള്ളതാ, അപ്പൊ പണം മാറ്റിവെക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, സാധ്യതകൾ. പോലീസ് അത് അന്വേഷിച്ചുകൊണ്ട് വരികയാണേ. വേദ പറയും എങ്കിൽ പോലീസ് അത് കണ്ടെത്തുന്നവരെ എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കാലോ.
അത് ബഹുമാനപ്പെട്ട പി പി എതിർക്കുന്നത് എന്തിനാണ്? പി പി പറയും, ഇത്രയും വലിയ തുക മോഷ്ടിക്കുകയും അത് ഒളിപ്പിക്കുകയും ചെയ്ത പ്രതിക്ക് നിയമത്തിന്റെ ഒരു പരിരക്ഷയും ലഭിക്കാൻ പാടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വനും വല്ലാത്ത സങ്കടം ഉണ്ട് കേട്ടോ. അവിടെ ശ്രീജയും മാഷൊക്കെ ഉണ്ട്, അവരും വിഷമിച്ച് നിൽക്കണം. പി പി വീണ്ടും പറയും, പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്തതാണ് യുവർ ഓണർ. വേദോറിയും, എന്നെക്കാളും ഒരുപാട് മുകളിലായ ബഹുമാനപ്പെട്ട സീനിയർ പി പിക്ക് നിയമം അറിയാത്തതാണോ, അതോ ശ്രീകാന്ത് പഠിപ്പിച്ചു കൊടുത്ത നുണകൾ വിശ്വസിച്ച് കേസ് നടത്തുമ്പോൾ നിയമത്തിന്റെ വഴിയെ പോകാൻ പറ്റാത്തതാണോ? യുവർ ഓണർ, ഒന്ന് രണ്ട് കാര്യം കൂടെ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് പ്രൊസീഡ്. അങ്ങനെ വേദ ശ്രീകാന്തിനോട് വയ്ക്കും, ഭാഗ്യ, ചിട്ടി ഫൈനാൻസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ ശ്രീകാന്ത് പറയും, നേരിട്ട് ബന്ധമില്ല. അപ്പൊ നേരിട്ടല്ലാതെ ബന്ധമുണ്ടെന്ന് സാരം. അതിന്റെ ഉടമ ചന്ദ്രശേഖരൻ നിങ്ങളുടെ ആരാണ്? ശ്രീകാന്ത് പറയും, ഭാര്യയുടെ പിതാവാണ്. വേദയ്ക്കും, അടുത്തിടെയായി ഭാഗ്യ പ്രോപ്പർട്ടീസ് എന്ന പേരിലെ ഒരു സ്ഥാപനം ആരംഭിച്ചോ? ഉവ്വ്. അതിന്റെ പേരില് ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ടോ? ശ്രീകാന്ത് പറയും, ഭാഗ്യയുടെ പേരിൽ 5 വർഷം കഴിഞ്ഞ് പണി തുടങ്ങാൻ പോകുന്ന അപ്പാർട്ട്മെന്റ് നേടാനായിട്ട് ആളുകൾ പുതിയ ചിട്ടിയിലേക്ക് ചേർത്തുന്ന പദ്ധതി അവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ? അത് പിന്നെ ശ്രീകാന്ത് ഒന്നും അത്രേ പറയുന്നുള്ളൂ. വേദ പറയും, ആ പദ്ധതി അതിൽ ഈ നിൽക്കുന്ന വിഷം ചേർന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അതിൽ ഒപ്പിട്ട് നൽകിയ പേപ്പേഴ്സ് ഉപയോഗിച്ച് 5 ലക്ഷം രൂപ വിശ്വനാഥൻ നൽകിയതായിട്ട് രേഖയുണ്ടാക്കി നിങ്ങൾക്ക് നൽകിയതായിട്ട് തന്നതാരാണ്? ശ്രീകാന്ത് ഒന്നും പറയാതെ നിൽക്കുമ്പോ വേദ പറയും, മിണ്ടാതെ നിൽക്കാതെ ഉത്തരം പറയണം മിസ്റ്റർ. അപ്പൊ ശ്രീകാന്ത് കോടതിക്ക് മുന്നിലെ കൈ കൂപ്പിയിട്ട് പറയും, എനിക്ക് ഈ കേസ് തുടരാൻ താല്പര്യമില്ല, കേസ് പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് കേൾക്കുമ്പോ അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോകും. എന്തിനും പി പി വരെ ഞെട്ടിപ്പോവാണ്. വിക്രമാണെങ്കിൽ ഇതെല്ലാം കേട്ട് കൈ കെട്ടി നിന്ന് ചിരിക്കുക. വേദ പറയും, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കേസ് കൊടുക്കാനും ഇല്ലാക്കഥ ഉണ്ടാക്കിയ ഒരാളെ കൊടുക്കാനും അതിനുശേഷം തോന്നുമ്പോ കേസ് പിൻവലിക്കാനും ഇതെന്താ വെള്ളരിക്കപ്പെടണോ? നിങ്ങളുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ കോടതിയുടെ സമയമാണോ പാഴാക്കുന്നത്? വേദ പറയും, യുവർ ഓണർ, എന്റെ കക്ഷി 5 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് ഇവിടെ ഒരു രേഖ തന്നിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു അഗ്രിമെന്റ് എന്റെ കക്ഷി ഒപ്പിട്ടിട്ടില്ല. ആ പേപ്പേഴ്സിലെ എന്റെ കക്ഷി ഒപ്പിട്ടതായി ഇവിടെ ഹാജരാക്കിയത് വ്യാജരേഖയാണെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് സൈൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞത് കൊടുക്കുമ്പോ കോടതി അത് വാങ്ങിച്ച് പരിശോധിക്കുകയാണ്. ശ്രീകാന്ത് ആകെ പേടിച്ച് നിൽക്കുകയാണ്. പി പി ഛേ എന്ന് പറഞ്ഞ് തല താഴ്ത്തും. എല്ലാ മോഷ്ടാക്കളും എല്ലാ കാലത്തും നുണയായിരിക്കും പറയാന്നുള്ള നമ്മുടെ പൊതുബോധം കൊണ്ടാണ് കോടതിയിൽ ആദ്യ ദിവസം ഹാജരായ സത്യം വെളിപ്പെടുത്തിയ ഷാജിയെ കോടതി തള്ളിക്കളഞ്ഞത്. ഷാജി പറഞ്ഞത് ശരിയാണെന്നുള്ള അതിനുള്ളൊരു തെളിവ് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ തെളിവുകൾ കൊടുക്കുമ്പോൾ കോടതി അതൊക്കെ പരിശോധിക്കുകയാണ്. അതൊരു CCTV വിഷ്വൽസ് ആണ്. അതായത് ശ്രീകാന്തിന്റെ ഓഫീസിലത് ശ്രീകാന്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ടതിന് ശേഷം പിന്നീട് ആ പണം തന്നെ ശ്രീകാന്തിനെ കൊണ്ട് ഏൽപ്പിക്കുന്നതും അത് ആ മാനേജറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ശ്രീകാന്ത് അവിടെയുള്ള ഒരു അലമാരക്കകത്ത് വെക്കുന്നതുമാണ്. പി പി വക്കീലാണ് ഇപ്പൊ നാണം കെട്ടിരിക്കുന്നത്. ശ്രീകാന്ത് തല താഴ്ത്തി നിൽക്കാണ്. വേദ പറയും, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പോലീസ് സ്റ്റേഷനിലും ഇന്നേ വരെ കയറിയിട്ടില്ലാത്ത എന്റെ കക്ഷിയെ സഹോദരിയോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കായിരുന്നു മിസ്റ്റർ ശ്രീകാന്ത്. എന്റെ കക്ഷി മോഷ്ടിച്ചു എന്ന് പറയുന്ന പണം ഇവിടെ തൊണ്ടി മുതലായിട്ട് പോലീസിന് ഹാജരാക്കാൻ കഴിയാത്തത്, ആ പണം ഇപ്പൊ എവിടെയിരിക്കുന്നതെന്ന് ശ്രീകാന്തിന് പോലും അറിയാത്തത് കൊണ്ടാണ്. അദ്ദേഹം ഓഫീസിൽ ഒളിപ്പിച്ചു വെച്ച പണം അദ്ദേഹത്തിന് തന്നെ ഓഫീസിലെ സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ടെന്നും അത് അദ്ദേഹത്തിന് തന്നെ കണ്ടെത്താനാവുന്നതാണെന്നും ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ സമയം ശ്രീകാന്ത് പറയും, ബഹുമാനപ്പെട്ട കോടതി എന്നോട് പൊറുക്കണം. ഈ കേസിൽ നിന്ന് ഞാൻ സ്വമേധയാൽ പിന്മാറാൻ ആഗ്രഹിക്കുന്നു. കോടതിക്കും ഈ നാട്ടിലെ പോലീസിനെയും കോടതിയെയും താൻ എങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? ഒരു ന്യായാധിപന്റെ മകനല്ലേ നിങ്ങൾ? കോടതിയുടെ സ്ഥലപ്പേരിനെ കളങ്കം വരുത്താൻ ഇങ്ങനെയാണോ പെരുമാറുന്നത്? കോടതിയിൽ സത്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവന നടത്തിയാൽ ഉണ്ടാവുന്ന ശിക്ഷ എന്താണെന്ന് അറിയോ? ശേഷം പറയും, മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങളെ മനഃപൂർവ്വം കേസിൽപ്പെടുത്തിയതിനെ നിങ്ങൾക്ക് പരാതിയുണ്ടോ? അതിപ്പോ ഇവിടെ തരണം. ഇയാൾക്കെതിരെ കോടതി നേരിട്ട് നിയമ നടപടി സ്വീകരിക്കും. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ആകെ പേടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ശ്രീകാന്ത് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് എന്തായാലും വിശ്വം അങ്ങനെ ഒരു പരാതി കൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഇനി അടുത്ത ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്